ബിഗ് ബോസ് രണ്ടാം സീസണിലൂടെ വിന്നറാവേണ്ടിയിരുന്ന താരമാണ് ഡോക്ടർ രജിത് കുമാർ. മത്സരത്തിൽ നിന്നും താരം പുറത്താക്കപ്പെട്ടെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും വിജയിച്ചു നിൽക്കുന്ന താരമാണ് രജിത്. കഴിഞ്ഞ സീസണിൽ അതിഥിയായി വീണ്ടും മത്സരത്തിലേക്ക് താരം പോയതും ശ്രദ്ധേയമായിരുന്നു. ഇപ്പോഴിതാ പുതിയ സീസണിലെ മത്സരാർത്ഥികളെപ്പറ്റി രജിത് കുമാർ പങ്കുവച്ച കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത്. മാധ്യമപ്രവർത്തകർക്ക് നൽകിയ പ്രതികരണത്തിലൂടെ സംസാരിക്കുകയായിരുന്നു താരം. ബിഗ് ബോസിന് ശേഷം 4-5 ലക്ഷം വാങ്ങി ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന നിരവധി താരങ്ങളുണ്ട്. പലരും അതുകൊണ്ട് രക്ഷപ്പെടുകയും വാഹനം വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു. അതൊക്കെ നല്ലതാണ്. അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നവർ ജീവിക്കട്ടെ. എന്നാൽ ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല. ഇപ്പോഴും കട്ടൻ ചായയും പരിപ്പുവടയുമാണ് എൻ്റെ പ്രതിഫലമെന്ന് രജിത് കുമാർ പറയുന്നു. അതേസമയം പുതിയ ബിഗ് ബോസിനെ പറ്റിയും താരം സംസാരിച്ചിരുന്നു. ഈ സീസണിൽ ഇതുവരെയുള്ള പ്രകടനം വെച്ച് മുന്നിട്ട് നിൽക്കുന്നത് രതീഷാണ്. വേറെ ആരുടെയും പേര് പറയാനില്ല. മാത്രമല്ല, ഇത്തവണ കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണെന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല. വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. എന്നിരുന്നാലും രതീഷാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അത് മറ്റൊരു തരം സ്ട്രാറ്റജിയാണ്. അദ്ദേഹം അടുത്ത തന്ത്രമായി കരയാൻ സാധ്യതയുണ്ട്. ഇനി ഇമോഷണലായിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കും പുള്ളി പ്രയോഗിക്കുക എന്നും രജിത്ത് പറയുന്നു. അവൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. പുറത്തു നിന്ന് പഠിച്ചിട്ടാണ് അകത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാവണം മത്സരാർത്ഥികളെല്ലാവരും. രതീഷ് ഒരു പൊടിക്ക് ഓവറാകുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ എനർജി ലെവൽ കുറഞ്ഞോളും. ഒച്ച ഉണ്ടാക്കി പുള്ളിയുടെ തൊണ്ട തന്നെ പോയി. രതീഷ് വിജയിക്കുമോ എന്ന് പറയാൻ ആയിട്ടില്ല. ഒരാഴ്ച കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ റോക്കിയും മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴും ഒറ്റയ്ക്കാണെന്നതാണ് അവരെ ഇഷ്ടപ്പെടാൻ കാരണം. ബാക്കി എല്ലാവരും ഗ്രൂപ്പ് കളിയാണ്. ഞാൻ ബിഗ് ബോസിലെടുത്ത സ്ട്രാറ്റജിയാണ് രതീഷും എടുത്തതെന്ന ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ പുള്ളിയെപ്പോലെ ബഹളമുണ്ടാക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മാത്രമല്ല, എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും എന്നെ കൂടെ കൂട്ടാതെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്നെ ഒരു സംശയദൃഷ്ടിയോടെയാണ് എല്ലാവരും കണ്ടത്. എന്നാൽ ഈ സീസൺ കുഴപ്പമില്ല. മത്സരാർത്ഥികളെല്ലാം എനർജിയോടെ കളിക്കുന്നുണ്ട്. ഒരു മാസം കഴിഞ്ഞിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തത് അല്ലേ. നല്ല കാര്യമാണ്. ഇപ്പൊ ജാസ്മിന് നല്ല മൊഞ്ചത്തിയാണ്, നല്ല സുന്ദരിയായ പെണ്ണാണ്. ഗബ്രി നല്ല സുന്ദരനായ പയ്യനാണ്. ഒരു മാസം സഹിച്ചൂടെ അല്ലേ? ഒരു മാസം സഹിച്ചൂടെ? ഇത്രയ്ക്ക് ആക്രാന്തോ അല്ലെ? ഇത്രയ്ക്ക് ആക്രാന്തോ. അപ്പൊ ഇത് ഒരു കൈവിട്ട കളിയായിപ്പോൾ, ഇത്തിരി എമർജൻസി ആയിപ്പോൾ. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം. ഇപ്പൊ കഴിഞ്ഞതിനും തുടങ്ങിയതാണല്ലോ. എൻ്റെ സീസണിൽ ഒരു പ്രണയം വന്നു, ഞാനല്ലേ പൊളിച്ചത് അല്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ സീസണിൽ ഞാൻ വൈൽഡ് കാർഡായി പോയപ്പോഴത്തേ ഒരു സാധനം പൊളിച്ചില്ലേ അല്ലേ? അതിനകത്തുള്ള സാധനം. അപ്പൊ അതൊന്നും റിയൽ അല്ല. ഒരേ ഒരു ദിവ്യമായ പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ സ്വന്തം വേളിമാണിയും ശ്രീയേഷും തമ്മിലുള്ള സീസണുണ്ട്. ബെസ്റ്റിനെ തന്നെ നമ്മൾ പറയണം, അതിന് സംശയമൊന്നുമില്ല. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം അതുപോലെ വരണം ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ അതുപോലെ വരുമായിരിക്കും കേട്ടോ. അതുപോലെ വരണം. ഇനി എപ്പോഴെങ്കിലും ഞാനൊരു മത്സരാർത്ഥിയായി പോയാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല മീൻസ് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അവിടെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പ്രണയിക്കാൻ, അതെൻ്റെ ബാക്കി കിടക്കുന്നൊരു സാധനമുണ്ട്. എൻ്റെ ഉള്ളിലൊരു സാധനം കിടപ്പുണ്ട്, ഒരു പ്രണയം. അത് ഇതുവരേക്കും ദിവ്യമായ ഒരു പ്രണയം ഇതുവരേക്കും എനിക്കെങ്ങും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊരു ദിവ്യമായ പ്രണയത്തിനുള്ളൊരു സ്കോപ്പ് എവിടെയെങ്കിലും ഒരു സിനിമയിലെങ്കിലും കിട്ടുമോ നോക്കി ഞാൻ കാത്തു കിടക്കുകയാണ്. പ്രണയിക്കും തെറ്റില്ല, നല്ല പ്രണയങ്ങൾ വരട്ടെ. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു ഉഡായിപ്പ് പ്രണയമായി. മനസ്സിലായില്ലേ? കണ്ടന്റ് ഇല്ല അവരുടെ കയ്യിൽ കണ്ടന്റ് ഇല്ല. അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള ഇപ്പോൾ പിരിയും ഒരല്പസമയത്തിനുള്ളിൽ. എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്തും തേച്ച് ഇപ്പുറത്തും തേച്ച് നമുക്ക് നോക്കാം. 1-2 ആഴ്ചക്കകത്ത് കാര്യങ്ങൾ നമുക്ക് നോക്കാം.